വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടി ശോഭന ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകൾ ശക്തമാവുകയാണ്. തിരുവനന്തപുരത്തേക്ക് ശോഭനയുടെ പേര് താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് ബി.ജെ.പി. നേതാവും മുൻ രാജ്യസഭാ എം.പിയുമായ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുകയാണ്. ദിവസങ്ങളായി സുരേഷ് ഗോപിയുടെ സാമീപ്യം കേരളം അറിഞ്ഞിട്ട്. ഇടയ്ക്കിടെ ഓരോ കാരണങ്ങളുണ്ടാക്കി വന്നുപോകുന്ന സുരേഷ് ഗോപി നടി ശോഭനയുടെ സ്ഥാനാർത്ഥി വിഷയമായിട്ടാണ് നാളുകൾക്ക് ശേഷം തിരിച്ചെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് നടി ശോഭനയുടെ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നേതാവ് പറയുന്നത് ഇങ്ങനെയാണ്: അതൊക്കെ ലിസ്റ്റിലുള്ള കാര്യമാണ്. ശോഭനയുമായി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ മറുപടിയിൽ നിന്ന് ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണ് എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കോണ്ടാക്റ്റ് ആണ് അവരുടെ റെക്കോർഡ്സിലുള്ളത്. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒന്നുകൂടി ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ്. എന്റെ രണ്ടാം ശ്രമമാണിത്. പാർട്ടിയാണ് അതിൽ തീരുമാനമെടുക്കേണ്ടതെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. ശോഭന സ്ഥാനാർത്ഥിയാകണേ എന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. പക്ഷേ വേറെയും യോഗ്യരായ ആൾക്കാർ ഉണ്ട് എന്നും നടൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇടതും വലതുമല്ലല്ലോ ഇവിടുത്തെ പോരാട്ടം തീരുമാനിക്കേണ്ടത്. അത് ജനങ്ങളാണ് അത്തരം തീരുമാനമെടുക്കേണ്ടത്. ജനങ്ങൾ ചിഹ്നമല്ല തിരഞ്ഞെടുക്കുന്നത്, അവരുടെ 5 വർഷത്തെ ജീവിതമാണ് തെരഞ്ഞെടുക്കുന്നത്. സമ്മതിദായകരുടെ തീരുമാനത്തിന് കാത്തിരിക്കാനേ പറ്റൂ. ഒരു വീരവാദത്തിനും ഇല്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. നേരത്തെ തൃശൂരിൽ മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ശോഭന പങ്കെടുത്തത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. വനിതാ സംവരണ ബില്ല് പാസാക്കിയതിന് നന്ദി പറഞ്ഞ ശോഭന മോദിയുടെ നേതൃത്വത്തെ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും പറഞ്ഞിരുന്നു. കേരളത്തിൽ ബി.ജെ.പി. ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ മുൻപന്തിയിലാണ് തിരുവനന്തപുരം. ശോഭനയ്ക്ക് പുറമെ കൃഷ്ണകുമാർ, സുരേഷ് കുമാർ, കുമ്മനം രാജശേഖരൻ, കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകളും തിരുവനന്തപുരത്ത് ബി.ജെ.പി. പരിഗണിക്കുന്നുണ്ട്. ഒരു വേള നരേന്ദ്രമോദി വരെ തിരുവനന്തപുരത്ത് മത്സരിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ശശി തരൂർ 3 തവണയായി വിജയിച്ചു വന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. ഇത്തവണയും തരൂർ തന്നെയായിരിക്കും UDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥിയാകുന്നത് മുതിർന്ന CPI നേതാവും മുൻ MP-യുമായ പന്ന്യൻ രവീന്ദ്രനാണ്. സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. അതേസമയം തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് ബി.ജെ.പി. വെച്ച് പുലർത്തുന്നത്. കഴിഞ്ഞ കുറച്ചു തവണകളായി തിരുവനന്തപുരത്ത് ബി.ജെ.പി. വിജയം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇത്തവണയത് കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. തിരുവനന്തപുരത്തിന് പുറമെ തൃശൂരിലും ഇത്തവണ പാർട്ടി വിജയം ലക്ഷ്യം വെക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത്തവണയും ബി.ജെ.പി. നിരാശരാകേണ്ടി വരുമെന്നായിരുന്നു ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ സർവേ അഭിപ്രായപ്പെട്ടത്. സംസ്ഥാനത്ത് ആകെയുള്ള 20 സീറ്റുകളും LDF-ഉം UDF-ഉം അടങ്ങുന്ന ഇന്ത്യ സഖ്യം നേടുമെന്നാണ് സർവേ പറഞ്ഞിരുന്നത്. എന്നാൽ LDF, UDF കക്ഷികൾ എത്ര സീറ്റ് നേടുമെന്ന് സർവേ പറയുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF കേരളത്തിൽ 19 സീറ്റുകളായിരുന്നു നേടിയത്. കേരളത്തിലേതുപോലെ തമിഴ്നാട്ടിലും ബി.ജെ.പിക്ക് ഇത്തവണ സീറ്റൊന്നും ലഭിക്കില്ല. DMK നയിക്കുന്ന ഇന്ത്യ സഖ്യം 39-ൽ 39 സീറ്റും നേടുമെന്നും സർവേ പറയുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിന് 47% വോട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് 38% വോട്ടും ലഭിക്കുമ്പോൾ NDA 15% വോട്ട് മാത്രമേ നേടൂ. അതുകൊണ്ട് അത്തരം പ്രതീക്ഷകളെല്ലാം ബി.ജെ.പി. എടുത്തു കളയുന്നതായിരിക്കും നല്ലത്.